കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാളിദാസനോ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം 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 കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാളിദാസനോ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ഹലോ കൂട്ടുകാരെ, ഞാൻ ഈ പാട്ട് എന്താ പാടിയെന്ന് വെച്ചാൽ, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പാടിയത് MS വിശ്വനാഥൻ, പഴയ മ്യൂസിക് ഡയറക്ടർ. വിശ്വനാഥൻ രാമമൂർത്തി എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ അതിൻ്റെ അപ്പുറം ആരുമില്ല ആ സമയത്ത്. പഴയ കാലത്തിൽ അത്രയും ഫേമസ് ആയ മ്യൂസിക് ഡയറക്ടർമാർ അവർ രണ്ടുപേരും ചേർന്നാൽ പിന്നെ ഭയങ്കര സക്സസ് ആണ് എല്ലാം, പാട്ടും എല്ലാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പാട്ട് കേൾക്കാൻ ഇത് പാടാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ MS വിശ്വനാഥൻ, അവരുടെ മോളുടെ ഒരു കൺസേണിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഒരു ഫുൾ വീട് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തരുമായിരുന്നു. ജസ്റ്റ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ഹിന്ദിക്കാരും എല്ലാ ലാംഗ്വേജ് ആ സമയത്തൊക്കെ എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു. മലയാളം, തമിഴ്, ഹിന്ദി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മ്യൂസിക് ഡയറക്ടർ അവർ തൊട്ട് വീടാണ്, അവർ പാലക്കാടുകാരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സാറില്ലേ MS വിശ്വനാഥൻ സാറില്ലേ, അവർ ആ തൊട്ടടുത്ത് തന്നെയാണ്. ആ ജനലൊന്ന് ഞങ്ങൾ ചേട്ടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ പോയി നോക്കും. അപ്പോൾ മ്യൂസിക് ഡയറക്ടറാണല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ആലോചിക്കുന്നത്, ഇത്ര വലിയൊരു മനുഷ്യൻ, മഹാമനുഷ്യനാണ്. ഇത്ര മ്യൂസിക് ഡയറക്ടറിൻ്റെ എന്താ പറയുക, അത്രയും ഒരു നന്നായിട്ട് മ്യൂസിക് ഡയറക്ടറിന് അത്ര ഫേമസ് ആയിരുന്ന ഒരാളല്ലേ. ആർക്കും അത്രയും കാണാനുള്ള ചാൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് അവിടെ ജനലിൽ തൊട്ട് ഞങ്ങളിങ്ങനെ ഡയറക്റ്റായിട്ട് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴൊന്നും എനിക്ക് ആ ഭാഗ്യം നമ്മൾക്ക് കിട്ടിയല്ലോ. എനിക്കതിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മളൊരു ഭാഗ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടാൻ കാരണം കേട്ടോ. അന്ന് എനിക്ക് അത്രയൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ പാട്ടൊന്ന് കേട്ടപ്പോൾ എനിക്ക് അവരുടെ ഓർമ്മ വന്നത് മനസ്സിലായില്ല. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാളിദാസനോ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു ഇമോഷണൽ ആയിട്ടുള്ള പാട്ടായിരുന്നു കേട്ടോ. സാറ് നന്നായി പാടും, MS വിശ്വനാഥൻ സാർ നന്നായി പാടും. ഞാൻ പല പാട്ടുകളും അവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ സാറിൻ്റെ ഓർമ്മ വന്നു, അതുകൊണ്ടൊന്ന് പാടിയതാണ് കേട്ടോ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ.